അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം. കർത്താവിന് മഹത്വം. അതിൻ്റെ 6 മുതൽ 12 വരെയുള്ള 11 വരെയുള്ള വാക്യങ്ങൾ വായിപ്പാൻ താല്പര്യപ്പെടുന്നു. 12-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുന്നിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സമയം നമ്മുടെ മുമ്പിൽ അധികമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും പഠിച്ചതിൽ തുടർമാനമായി ദൈവസന്നിധിയിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. We would like to continue giving an attention to Acts chapter 12 verses 6 to 11. ലാസ്റ്റ് മെസ്സേജിൽ സുഖമായി ഉറങ്ങുന്ന ഒരു പത്രോസിനെ നാം കാണുവാനായിട്ടിടയായി. Last message we heard about a Peter who slept peacefully. ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കാലം വളരെ ശാന്തമായി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. I believe that we were also able to sleep peacefully, and I thank the Lord for the children of God who were able to sleep peacefully. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായി തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ അധികാരത്തോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ ശുശ്രൂഷ നിർത്തുവാനിടയായി. I was able to conclude that message by praying with anointing for the children of God. ഈ പുതിയ വർഷം 2026 ദൈവം നമുക്ക് നൽകുന്ന ആ സമയം വളരെ ശാന്തമായി സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആമേൻ കിടന്നുറങ്ങുവാൻ തക്കവണ്ണം ആമേൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. നമ്മുടെ രാത്രികൾ നല്ല ഉറക്കത്തിന്റെ രാത്രികളായി തീരട്ടെ. And I pray and I wish that in 2026 God will give us sleep in the night, and God will give us rest and peace. ഈ വായിച്ച വേദഭാഗത്ത് അതിന്റെ പ്രാരംഭ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കാവലിന്റെ പ്രത്യേകതയെക്കുറിച്ച് ശ്രേഷ്ഠതയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. And when we read the first passage, we understand that there is a peculiarity for this guarding that he received. പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുന്നുവെന്നാണ് നാം വായിപ്പാനിടയായി. And we see that he was sleeping and he was bound with 2 chains between 2 soldiers. വളരെ നല്ല ഉറക്കം. It was a good sleep that he had. ഇത്രയും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടും ശാന്തമായി കിടന്നുറങ്ങുന്ന ഒരു പത്രോസ് തന്റെ ഉറക്കത്തിന് ഒരു കുഴപ്പമില്ല. In the midst of all these troubles, we can see a Peter who is sleeping without any problems. വചനം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അവൻ അവന്റെ സ്വന്തം ഭവനത്തിൽ കിടന്നുറങ്ങുന്നത് പോലെ കാരാഗൃഹത്തിൽ കിടന്നുറങ്ങുന്നു. And we can understand that he is sleeping in this prison just like how he sleeps in his own house. ഓയിക്കോസ് എന്നൊരു വേർഡാണ് ഗ്രീക്ക് ഭാഷയിൽ അവിടെ കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം പറഞ്ഞാൽ സ്വഭവനത്തിലെ ഉറക്കം എന്നുള്ളതാണ്. And in Greek word it says koikos, and it means that it is like the sleep in your own house. കാരാഗൃഹമാണെന്ന ചിന്ത പോലും ഇല്ലാതെ താൻ ഉറങ്ങുകയാണ്. And he does not even have the thought that it is a prison that he is in. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, ലാസ്റ്റ് മെസ്സേജിൽ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ഉറങ്ങാൻ കഴിയുന്നെങ്കിൽ അതൊരു ദൈവത്തിന്റെ കൃപ മാത്രമാണ്. And as I reminded you in the last message, if we are able to sleep like that, that is the grace of the Lord. പല പ്രാവശ്യം ഞെട്ടി എഴുന്നേൽക്കേണ്ട, ഭയപ്പെട്ട് എഴുന്നേൽക്കേണ്ട പത്രോസ് ഒരു ഞെട്ടലുമില്ല, ഒരു ഭയവുമില്ല, രാത്രി ഉറങ്ങിക്കിടക്കുക. And here we see
അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. And here we see a Peter who could have woken up many times during his sleep. We see he is sleeping peacefully. യാതൊരു സംശയവുമില്ല, ഇത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. And without a doubt we can say that this is the grace of the Lord that he is able to sleep സ്വന്തം peacefully. ഭവനത്തിൽ സ്വന്തം ബെഡിൽ കിടന്നുറങ്ങുന്ന അനുഭവത്തിൽ And he is in the same experience as being in his own house, in his own bed, sleeping peacefully. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ വർഷം നാം എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ആമേൻ നമ്മുടെ രാത്രികൾ ആമേൻ ഒരു ഭയവുമില്ലാതെ ഞെട്ടലുമില്ലാതെ വേവലാതികളില്ലാതെ സമാധാനത്തിന്റെ രാത്രികളും ഉറക്കങ്ങളുമായി സ്വർഗം മാറ്റട്ടെ. And if the Lord wills in 2026, I pray and hope that God will give us sleep, a good sleep in the night, and we will have rest in ഏഴാം peace. വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, And in verses 7 we see പെട്ടെന്ന് എന്നൊരു വാക്ക് അവിടെ കാണുവാനായി കഴിയും. that there is a word that says soon. എങ്ങനെയാണ് ആ പെട്ടെന്ന് എന്നുള്ളൊരു വാക്ക് അവിടെ വന്നത്? And why does the word soon come there? വചനം പറയുമ്പോൾ പഠിക്കുമ്പോൾ പല ഇടങ്ങളിൽ പെട്ടെന്ന് എന്നുള്ള വാക്കുകൾ നമുക്ക് And കാണുവാനായി we can കഴിയും. see the sudden word in many verses in the scripture. ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോഴും പഠിച്ചപ്പോഴും അവിടെയും പെട്ടെന്ന് എന്നുള്ള വാക്കുകൾ കാണുവാനായി And കഴിയും. many other places we see that something happens sudden or soon. ഈ ചാപ്റ്ററിൽ തന്നെ സംഭവിച്ചതായി നമുക്കറിയാം. And we see it happens even in this chapter. എന്നാൽ ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് സഭ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന്റെ വിടുതൽ ആമേൻ പത്രോസിന്റെ അടുത്തേക്ക് വരുന്നതാണ് നാം ഇവിടെ കാണാനായി പോകുന്നത്. And let me remind you that the prayer that the church offered, and the constant prayer that the church offered, the reply of that prayer is coming, and that is in a sudden manner that we see മറുപടി here. ഒരു ദൂതൻ അവിടെ ഇറങ്ങുകയാണ്. And we see the answer of the prayer that an angel is ascending here. പെട്ടെന്ന് തന്നെ ദൂതൻ And ഇറങ്ങുകയാണ്. this angel ascends quickly. നമുക്കെല്ലാവർക്കും ഒരു ദൂതന്റെ കാവലുണ്ട് കേട്ടോ ദൈവമക്കളെ. To the children of God, we all have a guidance of an angel. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ And I സ്തോത്രം praise ചെയ്യുന്നു. the Lord for the children of God who believe that the angel of the Lord will come to guard us. ഇവിടെ രണ്ട് കൂട്ടരെ നമുക്ക് കാണാം. We see two groups of people ഒന്ന് here. കാവൽക്കാർ, One is the people who രണ്ട് guard, ദൂതൻ. and next is angel. രണ്ട് വീതമുള്ള കാവൽക്കാർ. There are two types of soldiers, ഒരേ ഒരു ദൂതൻ ഇറങ്ങി വരികയാണ്. and there is one angel who ascends. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? What is the difference between these two people? രണ്ടുപേർക്കും അധികാരമുണ്ട്, Both of them have authority, രണ്ടുപേർക്കും ശക്തിയുണ്ട്. both of them have strength. പക്ഷെ പരമപ്രധാനമായ മറുപടി എവിടെ കിടക്കുന്നുവെന്ന് തിരുവചനം നാം ശ്രദ്ധിക്കുവാനായി പോവുകയാണ്. But now we are going to look into where the answer lies ഈ among രണ്ട് this. ഗ്രൂപ്പിനെ ഒന്ന് നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വരച്ചു കാണിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടാം. I would like to turn your attention to these two group of people before I leave this അവരുടെ passage. നേച്ചർ എന്താന്ന് നമുക്കറിയാം. We know their nature. ആമേൻ. ഈ പടയാളികളുടെ നേച്ചർ എന്ന് പറയുന്നത് അവർ റോമൻ സോൾജിയേഴ്സ് ആണ്. And these soldiers, we know that they are Roman soldiers. അന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും പരമാധികാരവും സൈന്യവും ശക്തിയും ഉള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഈ റോമൻ സോൾജിയേഴ്സ് എന്ന് പറയുന്നത്. And so during those times, this Roman soldiers, they had great authority. 4 പേർ അടങ്ങുന്ന ഒരു സംഘമാണ്. And they are 4 squads of soldiers. 4 സംഘം 4 പേർ അടങ്ങുന്നത് 16 പേർ ഇങ്ങനെ മാറി മാറി ശക്തിയോടെ തന്നെ വന്ന് ശുശ്രൂഷിക്കുകയാണ് എന്ന് നമുക്കറിയാം. We see that there are 4 squads of soldiers, that is 16 soldiers. They come and they look after him. അവരുടെ ജോലി എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും പീറ്റർ രക്ഷപ്പെടരുത് അതിനുവേണ്ടി കാത്ത് കാത്ത് കണ്ണ് തുറന്നിരിക്കുകയാണ്. And the authority that they have and the job that they have to do is they have to take care of Peter and make sure that he does not leave the prison. എന്നാൽ ദൂതന്റെ നേച്ചർ എന്താണെന്നറിയാമോ? But do you know what is the nature of the angel? ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളതാണ് ദൂതൻ എന്ന് പറയുന്നത്. This angel has a supernatural power. സ്പിരിച്വൽ ബീയിങ് ആണ് ദൂതൻ എന്ന് പറയുന്നത്. This angel is a spiritual being. അവനെ ദൂതനെ അയച്ചത് ആരാണെന്ന് അറിയാമോ? Do you know who sent the angel? Directly by God. ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ദൂതന്മാർ. And this angel was directly sent by the Lord. എന്താ ദൂതന്റെ ജോലി ഇവിടെ? Do you know what is the job of this angel? പീറ്ററിനെ ശുശ്രൂഷിപ്പാൻ ഇറങ്ങി വരിക.
വരികയാണ്. And he is coming to take care of Peter. രക്ഷപ്പെടത്തില്ലെന്ന് വാതുമുഴക്കുന്ന ശക്തികളുടെ നടുവിൽ നിന്ന് പീറ്ററിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇവന്റെ ദൗത്യം. And the job of this Peter, of this angel, is that he has the power to deliver him from where he is in right now in the prison and deliver him out of it. റോമൻ സൈന്യം എത്ര ശക്തിയുള്ളതാണെങ്കിലും റോമൻ ഭടന്മാർ എത്ര കഴിവുള്ളവരാണെങ്കിലും ഇന്ന് പകൽ അതിന്റെ നടുവിൽ അവൻ ഇറങ്ങി വരാൻ സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള സ്പിരിച്വൽ ബീയിങ് ആണ് ദൂതൻ എന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ മറന്നു പോകരുത്. And this angel is a supernatural being, and it has the power to deliver this Peter even when there are great forces of Roman soldiers who are with him. രണ്ട്, അവരുടെ വിധേയത്വത്തെ കുറിച്ചാണ് ഞാൻ പറയാം. അലിജിയൻസ്. And next is about the angels' allegiance. ആ രണ്ട് ഗ്രൂപ്പിന്റെയും വിധേയത്വത്തെ കുറിച്ചാണ് പറയാം. And it is about the allegiance of both the groups. ഒന്ന്, ഈ ഭടന്മാരുടെ വിധേയത്വം ഞാൻ പറയാം. And it's first about the soldiers. അവർ ആരോടാ വിധേയപ്പെട്ടിരിക്കുന്നത്? To whom do they bow down to? വലിയ രാജാവായ ഹെരോദ് അഗ്രിപ്പായോട് അവർ വിധേയപ്പെട്ടിരിക്കുക. And they bow down to Herod the king. റോമൻ എംപയറിനോട് വിധേയപ്പെട്ടിരിക്കുകയാണ്. And they bow down to the Roman Empire. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറാണ് ഇവനെ കൊന്നുകളയണമെന്ന് അവനെ കാവൽ നിൽക്കുക എന്നുള്ളത്. And it is a strict order that they have received, that they have to take care of him because they want to kill him. ഒരു നിമിഷം ഉറങ്ങാനോ അവർക്ക് സമയം പാടില്ല. They do not have the time to sleep or do anything else rather than taking care of Peter. ശക്തമായ കാവലിന് വേണ്ടിയാണ് അവർ വിധേയപ്പെട്ട് അവിടെ വന്നിരിക്കുന്നത്. So now they are here because they have to give that kind of strong guarding to Peter. എന്നാൽ ദൂതന്റെ വിധേയത്വം ആരോടാണ്? But do you know the allegiance of the angel is to whom? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ. To the children of God, let me tell you. ദൂതന്റെ വിധേയത്വം മനുഷ്യരോടല്ല, ദൂതന്റെ വിധേയത്വം ദൈവത്തോടാ. The allegiance of the angel is not towards the people, but it is to God. ദൈവത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കമാൻഡ് എന്തോ അത് നിവർത്തിച്ച് ഈ ദൂതന് മടങ്ങി പോകാൻ പറ്റത്തുള്ളൂ. And this angel cannot live unless and until he fulfills the commandment of the Lord. ദൂതന് നീ എത്ര മാത്രം ശക്തമായ പ്രൊട്ടക്ഷനിലാണോ ഇതൊരു വിഷയമല്ല. അങ്ങനെ ആണെങ്കിൽ പോലും അവൻ തിരിച്ചു ദൂതൻ ചെല്ലണമെങ്കിൽ ദൈവം പറഞ്ഞ കമാൻഡ് അനുസരിക്കാതെ തിരിച്ചു ചെല്ലാൻ And പറ്റത്തില്ല. how much ever strong protection is there against you, this angel cannot leave you before he does the commandment that the Lord has given the angel. ഇവർ പത്രോസിനെ കൊല്ലുന്നത് വരെ കാവൽ നിൽക്കുമ്പോൾ ദൂതൻ പറയുന്നു അവനെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അവനെ പുറത്തു കൊണ്ടുവരും. And when the soldiers are going to guard him till they plan to kill Peter, the angel says that I am going to take him away before they kill him. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, To the children of God who are listening to me, ജീവിതത്തിന്റെ അവസ്ഥ നീ എതിലെ കടന്നു പോകുന്നത് എനിക്കറിയത്തില്ല. I do not know what is your walk of your life right now. ഞരക്കങ്ങളും പ്രതികൂലങ്ങളും ആമേൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. Maybe you have troubles and mournings in your life. നീ ആമേൻ പലപ്പോഴും വിചാരിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അകപ്പെട്ടു പോയേക്കാം. Maybe there you are in situations that you cannot get rid of. ചിലപ്പോൾ പല അപകടങ്ങൾ ആപത്തുകൾ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾ കണ്ട് അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് വിചാരിച്ച് അവൻ വേദനിച്ചും തളർന്നും പോയവരായേക്കാം. Maybe you are a person who have seen many things in front of you and you do not know how you will get away from it. ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിൽ വിളിച്ചു പറയട്ടെ, But let me remind you, നീ കാണാത്ത ഒരു കാഴ്ച കാണാൻ ഒരു ദൂതൻ ഇവിടെയുണ്ട്. there is an angel who can see that what you cannot see. നിനക്ക് വരുന്ന പ്രതികൂലത്തെ നീ കാണുന്നതിന് മുമ്പ് കണ്ട ഒരു ദൂതൻ, അപ്പോയിന്റഡ് ദൂതൻ ഇവിടെയുണ്ട്. There is an appointed angel who can see the problems that is in front of you before you see it. നിന്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും നിന്റെ പരിശ്രമങ്ങൾക്കും ആമേൻ പോലും സമയമില്ലാതെ ആ ഫ്യൂ സെക്കൻഡ്സിന്റെ നടുവിൽ നിന്നെ സഹായിപ്പാൻ കമാൻഡഡ് ആയി വന്നിരിക്കുന്ന ദൂതൻ ഇവിടെയുണ്ട്. There is a commanded angel who can take care of you and who knows what is happening to you. നിന്റെ കണ്ണ് മിഴിക്കുന്നതിന് മുമ്പ് നീ വിടുതൽ പ്രാപിച്ചു പോയ അനുഭവങ്ങൾ നീ കണ്ടിട്ടില്ലേ? അത് നിന്റെ കഴിവോ നിന്റെ ശക്തിയോ അല്ല, അത് ദൈവത്തിന്റെ ദൂതന്റെ കരം അവിടെ പ്രവർത്തിച്ചതാ. And there are many a times that you were delivered and healed before the blink of an eye, and it was not your might, rather it was the angel of the Lord who served you. സ്ഥാനങ്ങളിൽ നിന്റെ കൈക്ക് അല്പസമയം മതി
അപകടത്തിലേക്ക് പോകാം, എന്നാൽ അവിടെ കരം പിടിച്ച് നിന്റെ കയ്യെ ഉറപ്പിച്ചത് നിന്റെ ദൂതനാണെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കിക്കൊള്ളുക. You have to remember that in your workplace it is the angel who guided you so that you will never make a mistake or do anything that is against. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം അയക്കുന്ന ദൂതനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം And I ചെയ്യുകയാണ്. give thanks to the Lord for who sends an angel to protect the children of God who prays to the നിന്റെ Lord. കാൽ കല്ലിൽ തട്ടി വഴുതി വീണ് പോകാതെ അവൻ നിന്നെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്തിരിക്കുകയാണ്. And the angel of the Lord is set so that you will not fall down and you slip and fall because of the stone in front of you. നീ കാണാത്ത പ്രതികൂലത്തിന്റെ നടുവിലും നിന്നെ സഹായിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. And even in front of the troubles that you do not see, the angel of the Lord is there to protect you from it. ഹല്ലേലൂയ. Amen. ഈ ഗ്രൂപ്പിന്റെ ശക്തിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. Let us think about the strength of this group. കാവൽക്കാരുടെ ശക്തി, അവർ മനുഷ്യരാണ്, എങ്കിലും മാനുഷിക ശക്തിക്ക് അവർ വലിയൊരു അധികാരം കൊടുത്തിട്ടുണ്ട്. We know that the soldiers, they are humans, but they still have the strength and they have good power in them. അവരുടെ ആശ്രയം അവരവന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ചങ്ങലയാ. And they rely on those chains on which Peter is bound to. അറിയാം, ഈ സാധാരണ മനുഷ്യൻ ഈ ചങ്ങല പൊട്ടിച്ച് എന്തായാലും പോകാൻ പറ്റത്തില്ല. So they know that a normal man cannot break this chains and get away. വലിയ കൊലപ്പുള്ളിയെ കുറ്റകൃത്യം ചെയ്തവനെ അവൻ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ചങ്ങലക്കകത്ത് നിന്നെ കെട്ടിയിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. There are many a times when you are also bound like this. അവരുടെ ശക്തി മൾട്ടിപ്പിൾ ഗാർഡ്സ് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ശക്തിയാണ്. And the strength that they have is that there are multiple guards for them. അവരുടെ ശക്തി എന്ന് പറയുന്നത് ഇവൻ ഇങ്ങനെ അഥവാ രക്ഷപ്പെട്ടാലും വലിയ വലിയ ശക്തമേറിയ വാതിലുകൾ ഉണ്ടെന്നുള്ള ഒരു ധൈര്യമാണ്. And they rely on the thing that even if they try to move away, even if Peter tries to move away from there are going to be great walls that will protect him again from രക്ഷപ്പെടാതിരിക്കാൻ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അത്രമാത്രം ശക്തമേറിയതാക്കി വെച്ചിരിക്കുകയാണ്. And there is strong infrastructure so that this man will not be saved. ഇതാണ് അവരുടെ ശക്തി. This is their strength. ദൂതന്റെ ശക്തി എന്താണെന്നറിയാമോ? Do you know what is the power of the ഇതൊരു angel? മാനുഷിക ശക്തിയല്ല. It is not a manly power. ഡിവൈൻ പവറാ. It is a divine power. കരങ്ങൾ അടിച്ചെന്ന് ദൈവത്തിന് മഹത്വം Let us കൊടുക്കുക. clap our hands and give glory to the Praise the Lord. Lord. Amen. ദൂതന്റെ ശക്തി മാനുഷിക ശക്തിയല്ല. The power of the angel is not a manly power. അതൊരു ഫിസിക്കൽ ബാരിയേഴ്സിനകത്ത് ഒതുക്കാൻ പറ്റുന്ന ശക്തിയല്ല. It cannot be confined to physical barriers. ഇരുട്ടായിരിക്കുന്ന സെല്ലിനകത്ത് ഇറങ്ങി വരാൻ കഴിയാത്ത ഒരു ശക്തിയല്ല. It is not a power that cannot come to a dark room. ഒരു എഫർട്ടും എടുക്കാതെ അതിനകത്ത് ഇറങ്ങി വന്ന് ഇരുട്ടിനെ പ്രകാശമാക്കി കയ്യിലെ ചങ്ങലയെ അഴിച്ചു കളഞ്ഞ് തുറക്കാൻ പറ്റാത്ത വാതിലിനെ തുറന്ന് കാവൽക്കാര് പോലും അറിയാതെ പുറത്തു കൊണ്ടുപോരുവാൻ കഴിവുള്ള ശക്തിയാണ് ദൂതന്റെ ശക്തി. And this power can effortlessly move the darkness into light and can bring out this person who is bound to chain without even the soldiers getting to know about it. ഒന്നുകൂടെ ഞാൻ ആ ഭാഗം പറയട്ടെ. Let me repeat that once again. മാനുഷിക ശക്തിയല്ല. It is not a human power. മനസ്സിലാക്കണം, ഡിവൈൻ ശക്തിയാണ് And we ദൂതന്റെ. have to understand that it is a divine power. ഏത് മാനുഷിക അതിരുകളെയും ഇൻഫ്രാസ്ട്രക്ചറിനെയും ബാരിയേഴ്സിനെയും തകർക്കാൻ കഴിവുള്ളതാ. It can break all the infrastructure or any manly made barriers. ദൂതൻ ഇറങ്ങുമ്പോൾ ഇരുട്ടിനകത്ത് പ്രകാശമായിട്ടാ വരുന്നത്. And when the angel comes, the darkness moves to light. പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ലെങ്കിലും ഭക്തന് കാണാൻ പറ്റും. But not everyone can see it, but the Holy One can see it. ആർക്കും കാണാൻ കഴിയത്തില്ലെങ്കിലും നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ചില പ്രകാശം നിന്റെ തലയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Even if no man can see it in your life, there are going to be rays of light that is going to shine. അത് മറ്റാർക്കും കാണാൻ പറ്റത്തില്ല, പക്ഷെ നിനക്കത് ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാം. No one else will be able to see it, but you can see that as a bright light. പ്രതികൂലത്തിന്റെ നടുവിൽ ലൈറ്റ് കാണുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. And I thank the Lord for the children of God who are able to see that light even in the midst of adversities. സമ്മർദ്ദങ്ങളുടെ നടുവിലും എന്റെ ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചമാകുന്നവ കാണാൻ കഴിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. And in the midst of the challenges, if you can see the scripture of
of the Lord, that is the light of the Lord. I thank the Lord for ഏത് you. പ്രതികൂലത്തിന്റെ നടുവിലും ഇറങ്ങി വരുന്ന പ്രകാശമാകുന്ന പരിശുദ്ധാത്മ ശക്തിക്കായി സ്തോത്രം. I thank the Lord for the power of the Holy Spirit that comes in the midst of the adversities. ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ പണ്ട് തകർന്നു പോയേനെ. If we did not have this, we would have been destroyed long back. ഇരുട്ടിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. God will not allow you to be in നിന്റെ darkness. മേൽ ഒരു പ്രകാശം ഉദിപ്പിക്കാൻ പോവുകയാണ്. There is going to be a ray of light that's going to fall on പ്രകാശം you. മറ്റാർക്കും കാണത്തില്ല സഹോദരി. Oh sister, that light no one else can see it. നിന്റെ മേൽ മാത്രം അത് വന്ന് ഫോക്കസ് ചെയ്യുന്ന ലൈറ്റ് ആയി മാറുകയാണ്. And that light is only going to focus on you. Praise the Lord. Amen. ദൂതൻ കൊണ്ടുവരുന്ന ലൈറ്റിനായി ഞാൻ കർത്താവിന് സ്തോത്രം I ചെയ്യുന്നു. thank the Lord for the light that the angel is going to bring. ഒരു എഫർട്ടും എടുക്കാതെ Without any effort, കയ്യിലെ ചങ്ങല അഴിച്ച് he is able to unbound the chains. എത്ര വലിയ വാതിലും തുറന്ന് It can open any big doors, കാവൽക്കാര് പോലും അറിയാതെ even without the knowledge of the വലിയ soldiers. ഇരുമ്പ് ഗേറ്റും കൂടി തുറന്ന് It can even open the iron bars. ഭക്തനെ വെളിയിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ് ദൂതന്റെ ശക്തി. It can bring this righteous man out, and that is the power of this angel. Hallelujah. Amen. Hallelujah. ഇതിനെ അളക്കാൻ നമുക്ക് പറ്റത്തില്ല. We cannot measure it. നമുക്ക് ഗ്രഹിക്കാനും പറ്റത്തില്ല. We cannot understand it. പത്രോസ് പോലും അതറിഞ്ഞില്ല. Even Peter was not able to understand. വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പുള്ളിക്ക് പോലും സുബോധം വന്നെന്ന് എഴുതിയിരിക്കുന്നു. It is only after he got out of those bars that he was able to understand. ദൂതന്മാരുടെ ശക്തിയെ കുറച്ച് കാണരുത്. You should not think that the power of the angel is ഈ less. സഹോദരങ്ങളെ, ഒരു ദൂതൻ മതി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ. Dear children of God, just one angel is enough to work for you. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. There is one more thing that I would like to remind before I conclude that passage. അറിയാമോ? ഔട്ട്കംസ്. Do you know what were the outcomes of this group of people? പടയാളികൾ മാനുഷികമായി പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും തകർന്നുപോയി. And the soldiers, they had planned many things according to their own might, but that was all destroyed. പീറ്റർ രക്ഷപ്പെട്ടു. And Peter was saved. കൊല്ലാൻ കൊണ്ടുവച്ചിരുന്ന പീറ്റർ രക്ഷപ്പെട്ടു, ജീവനുള്ളവനായി പോയി. പക്ഷെ പടയാളികൾ മരിച്ചുപോയി. But we see this Peter who was anointed, who was planned to be killed, but the next day he is saved. But these soldiers, they were killed. ഭയന്നു പോയി. They were scared. ദൂതന്റെ ഔട്ട്കം എന്താണെന്നറിയാമോ? Do you know what is the outcome of this angel? ഏഞ്ചൽ തന്റെ മിഷൻ പൂർത്തീകരിച്ചു. Angel was able to complete his mission. പിന്നെ അവിടെ നിന്ന് നിന്നില്ല. Then he was not there anymore. അവിടെ നിന്നായിട്ട് വല്ലതും കാണാൻ പറ്റുമോ? Do you see that angel was still there anymore? പുള്ളിയുടെ ജോലി അവിടെ തീർത്തിട്ട് പുള്ളി പോയി. And once his job was done, the angel left the place. Successfully completed his work. And the angel was able to successfully complete his work. കൊടുത്ത ഒരൊറ്റ ദൂത് ഇതാണ്. There was only one message that he gave. ഇവൻ മരിക്കരുത്. He should not die. ഇവനെ മരിക്കാതെ വെളിയിൽ കൊണ്ടുവരണം. You should not let him die, but he has to come out. Praise the Lord. Amen. പീറ്ററിനെ തട്ടിയ ദൂതൻ നിങ്ങൾക്കറിയാമോ? ആ ദൂതൻ പിന്നെ എവിടെ പോയെന്നറിയാമോ? Do you know where did that angel who came and talked to Peter, where did he go next? Praise the Lord. ജോബിയൊക്കെ ആക്സ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതാ. ഞാനൊരു കാര്യം പറയട്ടെ, പീറ്ററിനെ തട്ടി ഉണർത്തി വെളിയിൽ കൊണ്ടുവന്ന ദൂതൻ അവിടുന്ന് ഡിസപ്പിയർഡ് ആയി. And we see that this angel who came and woke up Peter and was able to deliver him out of the prison, he താഴേക്ക് വായിച്ചാൽ disappeared. ഒരു സംഭവം കാണാം. There is one thing that you read when you come to the end of this chapter. ദൂതൻ എവിടെ ചെന്ന് ഹെരോദാവിന്റെ അടുത്ത് ചെന്നു. And this angel went to Herod, King Herod. അവിടെ ചെന്നിട്ട് എന്ത് പറ്റി? അവനെ തട്ടി എന്നല്ല എഴുതിയേക്കുന്നേ. It does not say that he went and tried to wake him up. അവൻ ഒറ്റ അടി കൊടുത്തെന്നാ And എഴുതിയേക്കുന്നേ. he say that he gets a good beat from him. ഇവനെ നമ്മള് പീറ്ററിനെ ഇങ്ങനെ ഈ കമ്പി വെച്ച് ഇങ്ങനെ കുത്തുന്ന പോലെ കുത്തി, എടാ എഴുന്നേക്കട പ്രൊവോക്ക് എന്തോ അതിന് പറയുന്നത്, ഇങ്ങനെ എഴുന്നേക്കട എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പോയി ദൂതൻ ചെയ്തത് ഇവനിട്ട് ഒറ്റ തട്ട് കൊടുക്കുമായിരുന്നു. അല്ല അടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. And so first we see this angel comes and he tries to wake Peter in a very gentle way, but he does not do the same with King Herod. Rather he beats him to wake him up. അവൻ പ്രാണനെ വിട്ട് ക്രമിക്കരയായി തീർന്നു. And we see that this King Herod, he dies. പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു ദൂത് പറയട്ടെ. There is one message that I would like to give from here. അവസാനം കാത്തു നിൽക്കുന്നവനെ
കർത്താവിനറിയാം. The Lord knows the people who want to see your എന്റെ end. ജീവന് വേണ്ടി വാദമുഴക്കുന്നവനെ അവൻ അറിയാം. The Lord knows the one who wants to see the end of your life. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. I thank the Lord for the children of God who believe that the angel of the Lord will ascend for you. 2025 നിന്റെ മരണം കാണാൻ വളരെ ആഗ്രഹിച്ചു പിശാച്. Satan wanted to see your death in 2025. ഇവിടം കൊണ്ട് തകർന്നു പോകട്ടെന്ന് വിചാരിച്ചു. He thought that you will finish in this time. നിന്നെ കർത്താവ് തന്റെ ദൂതന്മാരാൽ കൺമണി പോലെ കാക്കുവാൻ. But the Lord used his angels to keep you safe like the apple of his Praise eyes. the Lord. Amen. ഒരാൾക്ക് 4 ദൂതന്മാരുണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. Islam teaches that one person has 4 angels. 2 ദൂതന്മാർ പകലും 2 ദൂതന്മാർ രാത്രിയിലും കാവലുണ്ടെന്നാ അവിടെ. So 2 angels to guard in the day and 2 in the night. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിച്ചാൽ But when we study the scripture of the Lord, പാട്ട് പാട് ദൂതഗണം കാവലായി അല്ലേ? എത്ര ദൂത സംഘമാണ് നമുക്കുള്ളതെന്നറിയാം. there is a group of angels. Amen. ഇനി ഒരൊറ്റ ദൂരം ഉള്ളതിലും വിഷമിക്കണ്ട കേട്ടോ. Even if it is just one angel, we don't have to be worried about it. ഒരു ദൂതൻ ഇറങ്ങി പാളയത്തിലോട്ട് പോയിട്ട് എത്ര എണ്ണത്തിനെ തകർത്തെന്നറിയാവോ? Do you know how much people were destroyed by that one angel who went പകൽ into ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവപൈതലേ, to the children of God who are present here? നിനക്ക് കാവലായി ഒരു ദൂതൻ മതി. You just need one angel to guard you. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിനെ കാക്കാൻ ദൂതന്മാരുണ്ട്. There are angels to take care of the children of God who are Praise the saved. Lord. Amen. മത്തായി സുവിശേഷം 18:10 വേഗത്തിൽ വായിച്ച്. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 10. 18:10. മത്തായി 18:10. Take heed that you do not despise one of these little ones, for I say to you that in heaven their angels always see the face of my Father who is in heaven. Praise the Lord. കേട്ടോ പറഞ്ഞേ. എന്താ പറഞ്ഞെന്നറിയാവോ? ഒരു ചെറിയ കുഞ്ഞിനെ പോലും നമ്മൾ തുച്ഛീകരിക്കരുത്. ചെറിയ കുഞ്ഞിന് പോലും ദൂതനുണ്ട് കാവലായിട്ട്. No, so we understand that we should not despise even a small little one, because even for that person there is an angel who takes care of him. കുഞ്ഞിനെ പോലും തുച്ഛീകരിച്ചാൽ ദൂതൻ ചെന്ന് അവിടെ ചെന്ന് റിപ്പോർട്ട് കൊടുക്കും, ദൈവമേ ഈ വ്യക്തി ഈ കൊച്ചു കുഞ്ഞിനെ തുച്ഛീകരിച്ചു. So if you despise even a small little child, that angel will go and give that information in heaven. ആരെയും തുച്ഛീകരിക്കരുത്. We should not despise any man. 91 വേഴ്സ് 11 സാംസ് എന്താ പറയുന്നത്? നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നീ കല്ലിൽ തട്ടി പോകാതെ ഇരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളൂ. And Psalms 91 verses 11 it says, and he shall give his angels charge over you to keep you in all your ways. തട്ടി ഉണർത്തിയ ദൂതൻ ചില ഡിമാൻഡ്സ് പറയുകയാണ്. And this angel who wakes you, he has certain demands. പെട്ടെന്ന് തിടുക്കത്തിലാ താൻ പറയുന്നത്. And he tells that in a very fast pace. വളരെ ശാന്തമായി സമാധാനത്തോടെ പതുക്കെ പതുക്കെയൊന്നും അല്ല പറയുന്നത്. It is not in a very slow pace. അവിടെ വിശദീകരിക്കാൻ മുമ്പ് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കി പറയാം. പറഞ്ഞ കാര്യങ്ങൾ 5 കാര്യങ്ങളാണ്. വേഗം എഴുന്നേൽക്കണം. First is that he has to wake up soon. 2 അരകെട്ടണം. And next is his grid yourself. ചെരുപ്പിട്ട് മുറുക്കണം. Tie on your sandals. വസ്ത്രം പുതയ്ക്കണം. Put on your garments. പുറകെ വരണം. Follow me. 5 കാര്യമോ പറഞ്ഞേ. 5 things that he said. പെട്ടെന്ന് ദൂതൻ പറഞ്ഞ കാര്യങ്ങളാണ്. These are all things that the angel said in a very sudden format. ദൂതനെ ഞാനൊന്ന് പ്രാർത്ഥിച്ച് ആലോചനയൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്നൊന്നും പത്രോസ് പറഞ്ഞില്ല. Peter did not say, let me get the message from the Lord. Praise the Lord. Amen. വളരെ പെട്ടെന്ന് ചിലത് ചെയ്യിക്കാൻ ദൈവം ഈ വർഷം നിന്നെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. And the Lord desires you to do certain things very quickly in this year. ഒന്ന് ദൈവം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? Are you ready to receive that in the name of the Lord? പെട്ടെന്നായിട്ടുള്ള വിടുതലുകൾ നീ കാണാൻ പോകുന്നു. You are going to see certain deliverance quickly. പ്ലാൻ ചെയ്തതും പരിപാലിച്ചു കൊണ്ടുവന്നതുമായ വിടുതലുകളെക്കാൾ അപ്പുറമായി പെട്ടെന്ന് ചില വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന്റെ മധ്യത്തിലേക്ക് ദൈവസഭയിലുള്ള ജനത്തിന് വേണ്ടി ഒരുക്കി കൊണ്ടുവരുന്നു എന്ന് ദൈവാത്മാവ് ആലോചന തരികയാണ്.
author it is reminding us that the Lord is preparing certain deliverances that will happen quickly for the children of കാരണം God. ദൂതന് ഇവിടെ ഇരിക്കാൻ സമയമില്ല. So that angel cannot stay here anymore. അടുത്ത കമാൻഡ് ഉണ്ട്, അത് ചെയ്തു തീർക്കണം. He has the next command that he has to follow. അതുകൊണ്ട് പത്രോസേ വേഗത്തിൽ എഴുന്നേൽക്ക. And because of that, Peter, arise quickly. വേഗത്തിൽ അരകെട്ടുക. And next is you gird yourself. ചെരുപ്പിട്ട് മുറുക്കുക. Tie on your Start. sandals. നീ യാത്രയ്ക്കായി ഒരുങ്ങുക. You have to be ready for your journey. വസ്ത്രം പുതയ്ക്കുക. Put on your garment. പിന്നാലെ വരിക. Follow me. വിടുതൽ എൻ്റെ കൈവശമുണ്ട്. The deliverance is with me. ഞാനാണ് വിടുതൽ തരുന്നത്. I am going to give you the deliverance. ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരിക. I am going to bring you out. പകൽ ദൈവസല്ല ഇരിക്കുന്ന To ദൈവമക്കളെ, the children of God who are present here ഹൃദയം today, തുറന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. let me remind you one thing. 2026 നീ ചിലതിൽ നിന്ന് പുറത്തു വരുന്ന വർഷമാണ്. In 2026, you are going to come out of നിനക്ക് certain പുറത്ത് things. കടക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നിന്നെ വേട്ടയാടുന്നെങ്കിൽ ദൂതൻ പിടിച്ചോണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ വർഷമായി ഇത് മാറുകയാ. And the things that you are bound to, the angel of the Lord is going to take you out in നീ 2026. പ്രതീക്ഷിക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന വർഷമാ. And in this year, you are going to see ways that you have not expected, and you will be out of those situations. Lord. Amen. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for the children of God who believe in ധൈര്യത്തോടെ it. ഇരിക്കൂ. നീ കാണാത്തതും പ്രാപിക്കാത്തതും ചെയ്യാത്തതുമായ ചിലതിലേക്ക് പെട്ടെന്ന് നിന്നെ കർത്താവ് ഇറക്കാൻ പോവുകയാണ്. Let us be with great confidence, because the Lord is going to use us in things that you have never done or seen before. ദൂതൻ തന്റെ പണി ചെയ്തിട്ട് പോയി. And the angel did his job and he left the place. ദൂതൻ തന്റെ പണി ചെയ്തു. The angel of the Lord did his work. ഇനി നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്തേ ഒക്കത്തുള്ളൂ. Next, you have to do what you are asked to do. എന്താണ് നീ ചെയ്യേണ്ടത്? What do you have to do? അത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല. You cannot make another person do this. ദൂതൻ ഇറങ്ങി വന്നു, പ്രകാശവും തന്നു, വെളിച്ചം കൊടുത്തെന്നില്ല എവിടെ ഇരിക്കും, തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു ഇനിയുള്ളത് നീ ചെയ്യേണ്ടതാ. And so the angel of the Lord, he wakes him up and he gives him the light, and then he tells him, you have to do these things. നിനക്കുള്ളതാ. Now the option is for us. ഓപ്ഷൻ നമുക്കുള്ളതാ. The option is for us. കർത്താവ് ചെയ്യേണ്ടത് കർത്താവ് ചെയ്യും. The Lord will do what he has to do. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. We have to do what we have to വേഗം do. എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റോണം. If we have to arise quickly, we നമ്മുടെ have ജോലിയാ to. അത്. That is our responsibility. അരകെട്ടിക്കോളാൻ പറഞ്ഞാൽ കെട്ടിക്കോണം. If you have to good yourself, you have to do that. ചെരുപ്പിടാൻ പറഞ്ഞാൽ വിട്ട് മുറുകിക്കോണം. If you have to tie on your sandals, you have to do that. പുതയ്ക്കാൻ പറഞ്ഞാൽ പുതച്ചോണം. If you have to put on your garments, you have to do ഇറങ്ങാൻ that. പറഞ്ഞാൽ ഇറങ്ങിക്കോണം. If you are asked to follow, you have to Praise the follow. Lord. Amen. ദൈവത്തിന്റെ അത്ഭുതകരം നിന്റെ കൂടെ ഉണ്ടാകും. Because the mighty hand of the Lord will be with you. മനുഷ്യൻ ചെയ്യണം. What the man has to do, he has to do. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. And what God has to do, he will do it. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. Let us close our eyes in prayers. ഇന്ന് പകൽ ദൈവസല്ലായിരിക്കും ദൈവമക്കളെ. To the children of God who are present here today, 5 അപ്പം കൊണ്ടുവന്ന് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചു. Jesus was able to feed 5,000 with 5 loaves of bread. കർത്താവിന് വേണമെങ്കിൽ അപ്പം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാം. Jesus could have brought those loaves of bread from heaven. പക്ഷേ തപ്പിപ്പിടിച്ചോണ്ട് വരാൻ അവരെ ഏൽപ്പിച്ചു. But he asked them to find out. You go and find it. He asked them to go and find those loaves of bread. നിറഞ്ഞു. And the people was crowded. എവിടെ അവരെല്ലാം തിന്ന് തൃപ്തരായി. കർത്താവ് പറയുന്നു പോയി പറക്കി എടുത്തോണ്ട് വരാം. And now they are all filled. They ate, and now he says you can go and take back the rest. ഓ ദൈവ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും. Are you ready to submit yourself to the work of the Lord? ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും, നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യണം. The Lord will do what he has to do, but we have ലാസറേ to do what പുറത്തു we have വരിക to do. എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. When Lazarus was asked to come out, he came out. പക്ഷെ കല്ല് മാറ്റാനും കെട്ട് പൊട്ടിക്കാനും കർത്താവ് അവരോട് പറയുക. But Jesus is asking them to remove the stone and to remove the binding on him. കുരുടനോട് പറഞ്ഞു നിനക്ക് കാഴ്ച കിട്ടി, പക്ഷെ നീ ശിലോഹാം കുളത്തിൽ പോയി കഴുകണം. But he tells to the blind man that you have received the sight, but you have to go to Siloam river and take bath. ഒരു ബാലൻസിങ് അവിടെ കാണാം. There is a balancing we see there. ദൈവം ചെയ്യേണ്ട ദൈവം ചെയ്യും. The Lord will do what he has to do. എല്ലാം ദൈവം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് കൈകെട്ടി ഇരിക്കരുത്. We cannot say sit idly saying that the Lord will do everything. കാഴ്ചയോക്കാരനായിരിക്കരുത്. We cannot just be people who just see and wait for the angel to do everything. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. Angel will do what the Lord will do what the Lord should do. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. But we have to do what we are assigned to do. വാക്യം മറന്നു പോകരുത്. You should not forget verses 8. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ദൂതാണ്. That is the message of the Lord for you. നമ്മെക്കുറിച്ചുള്ള ദൂതാണ്. That is a message for us. അന്ത്യകാലത്ത് നാം ചെയ്തു തീർക്കേണ്ടതാണ്. That is what we have to do in the last days. നമുക്ക് ഒരുങ്ങാം. ദൈവവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. Let us be ready for it. May the Lord bless us with these words.